നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കുറഞ്ഞു. 71,831 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെ സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ഗുരുവായൂരിൽ വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ് വൈശാഖ മാസാചരണം. ഒരുക്കങ്ങൾ പൂർത്തിയായി. കേച്ചേരിയിൽ കോഴിക്കട പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നിരവധി കോഴികൾ ചത്തു. 15,000-ഓളം രൂപയുടെ നഷ്ടം. സംഭവത്തിൽ ക്രൂരകൃത്യം നടത്തിയ പൊന്നരാശ്ശേരി അഖിൽ അറസ്റ്റിൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 70-ലധികം സർവീസുകൾ റദ്ദാക്കി. 300-ലധികം മുതിർന്ന ജീവനക്കാരാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അസുഖ അവധിയെടുത്തത്. യാത്രക്കാർ വലഞ്ഞു. വിശദമായ വാർത്തയിലേക്ക്. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കുറഞ്ഞു. 71,831 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. 99.69% ഈ വർഷത്തെ വിജയം. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട്. മുൻവർഷം 99.7% വിജയം. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെയായിരിക്കും സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. 71,831 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനവുണ്ട്. 68,604 പേരാണ് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92. ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്, 99.08. 2,474 സ്കൂളുകളാണ് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യരാക്കിയത്. കഴിഞ്ഞ വർഷം ഇത് 2,581 ആയിരുന്നു. അടുത്ത വർഷം മുതൽ പരീക്ഷാരീതി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. എഴുത്തുപരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. ഓരോ വിഷയത്തിലും 12 മാർക്ക് മിനിമം വേണം എന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷ. മാറ്റം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCTV. ചങ്ങരംകുളം ഒതളൂരിൽ തോൽവി ഭയന്ന് ആത്മഹത്യ ചെയ്ത നിവേദിക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒതളൂർ മുപ്പത്തിൽ ഭവദാസിന്റെയും റീനയുടെയും മകൾ നിവേദ്യ വീടിനകത്ത് ബാത്റൂമിൽ ജീവൻ ഒടുക്കിയത്. നിവേദ്യ തോൽക്കുമോ എന്ന ആശങ്ക പങ്കുവച്ചിരുന്നതായി വീട്ടുകാർ പറഞ്ഞിരുന്നു. ആശങ്ക പങ്കുവച്ച് നിവേദ്യ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. വിവിധ വിദ്യാലയങ്ങളുടെ വിജയ വിശേഷങ്ങൾ ഈ വാർത്താ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു. യോദ്ധ അടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സംഗീത് ശിവൻ. മുംബൈയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മുംബൈയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചലച്ചിത്ര രംഗത്തെത്തിയ സംഗീത് ശിവൻ ആദ്യകാലത്ത് പ്രധാനമായും ഡോക്യുമെന്ററികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ ചെയ്തു. തുടർന്ന് പ്രശസ്ത ഛായാഗ്രാഹകനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണയിലാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി സംഗീത് എത്തുന്നത്. 1990-ൽ ഇറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത് ശിവന്റെ ആദ്യ സംവിധാന സംരംഭം. രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറിയായിരുന്നു ഇത്. വ്യത്യസ്തമായ മേക്കിങ്ങിലും കഥ പറച്ചിലിനാലും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോദ്ധ ഒരുക്കി. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും കരുതപ്പെടുന്ന ചിത്രമാണ് യോദ്ധ. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങി 6ഓളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. ബോളിവുഡിൽ 8ഓളം ചിത്രങ്ങൾ സംഗീത് ശിവൻ ഒരുക്കിയിട്ടുണ്ട്. യോദ്ധയിലൂടെ AR റഹ്മാനെ മലയാളത്തിലെത്തിച്ചതും സംഗീത് ശിവനാണ്. ജയശ്രീയാണ് ഭാര്യ. സജന, ശന്താനു എന്നിവർ മക്കളാണ്. സമീപത്തെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ എതിർദിശയിൽ നിന്നും വന്ന ബൈക്കിടിച്ച് സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു.
അക്കിക്കാവ് പുത്തൻകുളം കൽപ്പാലത്തിങ്കൽ വേലായുധൻ ഭാര്യ 72 വയസ്സുള്ള സരോജിനിക്കാണ് പരിക്ക്. ഇവരെ ആദ്യം അൻസാർ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികൻ ആൽത്രയിൽ നിന്നും അക്കിക്കാവിലേക്ക് പോകുന്നതിനിടെ രാവിലെ 7:30യോടെ പുത്തൻകുളം സെന്ററിലായിരുന്നു അപകടം. അടുത്തിടെ പുനർനിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ ഈ മേഖലയിൽ വാഹനങ്ങളുടെ അമിത വേഗതയും ഇടുങ്ങിയ റോഡും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിച്ചു. ഗുരുവായൂരിൽ വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ് വൈശാഖ മാസാചരണം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമജപം, ദാനം നൽകൽ എന്നിവയാണ് വൈശാഖത്തിന്റെ പ്രത്യേകത. വൈശാഖമാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ തുടർച്ചയായി 4 സപ്താഹങ്ങൾ നടക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നാളെ മുതൽ രാത്രി 7-ന് ഭക്തി പ്രഭാഷണമുണ്ടാകും. ഡോക്ടർ വി അച്യുതൻകുട്ടി ആദ്യ പ്രഭാഷണം നടത്തും. 12-ന് ശ്രീ ശങ്കരജയന്തി ദിനത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രഭാഷണം നടത്തും. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കാറിന് പുറകിൽ ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ കാറും ബസ്സും റോഡിൽ നിന്നും നീക്കം ചെയ്യാതെ നടു റോഡിൽ നിർത്തിയിട്ടത് അരമണിക്കൂറോളം. ഇതോടെ കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഗണർ കാറിൽ അതേ ദിശയിൽ വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് കാറിന് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവാഹനങ്ങളും നീക്കം ചെയ്തത്. കേച്ചേരിയിൽ കോഴിക്കട പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തീ ആളിപ്പടർന്നതിനെ തുടർന്ന് നിരവധി കോഴികൾ ചത്തു. 15,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. കേച്ചേരി പെരുമെണ്ണു സ്വദേശി കരിമ്പനക്കൽ ചന്ദ്രന്റെ കോഴിക്കടയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബന്ധുവായ പൊന്നരശ്ശേരി അഖിൽ കത്തിച്ചത്. തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ ചത്തു. സംഭവത്തിൽ 32 വയസ്സുള്ള അഖിലിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. വീട്ടുകാരുമായി ഉണ്ടായ തർക്കത്തിൽ ചന്ദ്രൻ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യത്തിലാണ് പുലർച്ചെ 3:30യോടെ കോഴിക്കടയിലെത്തിയ അഖിൽ കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. കോഴിയെ ഇറക്കാൻ ലോഡുമായി എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കടയ്ക്കുള്ളിൽ തീ ആളിക്കത്തുന്നത് കണ്ടതോടെ ചന്ദ്രനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. സ്ഥലത്തെത്തിയ ചന്ദ്രനും മകനും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കടയ്ക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് കടയ്ക്ക് തീയിട്ടത് അഖിലാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ചെമ്പ്രക്കുന്നിലെ കരിങ്കൽ ക്വാറിയിൽ മന്ത്രി MP രാജേഷ് സന്ദർശനം നടത്തി. സമരത്തെ തുടർന്ന് ഒരിക്കൽ നിർത്തിയ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ജനകീയ സമരവും നടന്നുവരികയായിരുന്നു. സമരപന്തലിലെത്തി മന്ത്രി ജനങ്ങളുമായി സംസാരിച്ചു. തോട്ടഭൂമി എന്ന നിലയിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ ഭൂമി തരം മാറ്റാൻ ആവില്ലെന്നിരിക്കെയാണ് ഇവിടെ നിയമം ലംഘിച്ച് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ക്വാറിക്കെതിരെ അടിയന്തരമായ നിയമ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജിസ്റ്റിന് നിർദ്ദേശം നൽകി. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ, ജില്ലാ ജിയോളജിസ്റ്റ് MV വിനോദ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ, പഞ്ചായത്ത് മെമ്പർമാർ തഹസീൽദാർ ബിന്ദു, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസീൽദാർ കൃഷ്ണകുമാർ, മോഹനൻ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 70-ലധികം സർവീസുകൾ റദ്ദാക്കി. 300-ലധികം മുതിർന്ന ജീവനക്കാരാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അസുഖ അവധിയെടുത്തത്. ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം. കൂട്ടാവധിയെടുത്ത ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കിയ നിലയിലാണ്. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വൃത്തങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച രാത്രി മുതലാണ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്തു തുടങ്ങിയത്. ഇതോടെ വിമാനങ്ങൾ വൈകാനും പലതും റദ്ദാക്കാനും തുടങ്ങി. കരിപ്പൂർ വിമാനത്താവളത്തിൽ രാവിലെ 8-ന് ശേഷമുള്ള 6 സർവീസുകൾ റദ്ദാക്കി. റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈത്ത് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കണ്ണൂരിൽ നിന്നും റദ്ദ് ചെയ്തത്. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തു നിന്ന് ചെന്നൈയിലേക്കുള്ള ചൊവ്വാഴ്ച രാത്രി 11-ന് യാത്ര തിരിക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയിരുന്നു.
വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക മുഴുവൻ നൽകുകയോ ബദൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനെ തുടർന്ന് രോഷവും നിരാശയും നിരവധി പേർ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. വാരണാസി വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക്. നമ്മളിവിടെ രാവിലെ ഫ്ലൈറ്റ് കയറാനായിട്ട് വന്നപ്പോഴാണ് പറയണേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം. 8:05 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു 6:00 തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത വിവരം. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25ഓളം മലയാളികളുണ്ട് നമ്മളിവിടെ. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കൊരു റെസ്റ്റിംഗ് റൂം പോലും അവർ തന്നിട്ടില്ല. ഇനി ഇത്രയും നേരം ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? കാരണം പിന്നെ അതൊരു ഓപ്ഷൻ ഉള്ളത് മറ്റ് ഫ്ലൈറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനും വലിയൊരു എമൗണ്ട് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് എങ്ങനെ ഫ്ലൈറ്റ് എടുക്കും? ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. വേറൊരു ഫ്ലൈറ്റിന് എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസ ചോദിക്കുകയാണ്. എവിടെ നിന്ന് എങ്ങനെ ഇതാക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആകെ ബുദ്ധിമുട്ടി ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിപ്പോൾ എവിടെ താമസിക്കുക എന്തുവാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസലായെന്നുള്ള വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇനി അതിനും മറ്റു ബദൽ അവരൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് ഇൻഡിഗോ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി. ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് അത് ക്യാൻസലായെന്ന്. ഞങ്ങൾക്ക് നാളെ രാവിലെ നാട്ടിലെത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻഡിഗോയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇച്ചിരി കഷ്ടമുള്ള കാര്യമാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്. ആരെങ്കിലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് എടുക്കരുതെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ. എന്നാൽ നമ്മുടെ അനുഭവസ്ഥരായതുകൊണ്ട് പറഞ്ഞതാണ്. ന്യൂസ് ഡെസ്ക് CCTV. പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ AV മുകേഷിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 32 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം ഷൂട്ടിനിടെയാണ് അപകടം. പ്രദേശത്ത് ആന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയതായിരുന്നു. ഇതിനിടെ കാട്ടാന പാഞ്ഞടുത്തതോടെ ചിതറിയോടുന്നതിനിടയിൽ മുകേഷ് മറിഞ്ഞു വീണു. ഗുരുതരമായി പരിക്കേറ്റ ക്യാമറമാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശിയായ മുകേഷ് കഴിഞ്ഞ ഒരു വർഷമായി മാതൃഭൂമി ന്യൂസിൽ ക്യാമറമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തി. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയുന്നതിനു വേണ്ടിയായിരുന്നു പരിശോധന. വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ശുചിത്വ മിഷനും സംയുക്തമായാണ് കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തിയത്. ജലസ്രോതസ്സുകൾ മാലിന്യവിമുക്തമാക്കുന്നത് സംബന്ധിച്ച് കടപ്പുറം പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ബ്ലാങ്ങാട്, പൂന്തുരുത്തി, സുനാമി കോളനി, ഇരട്ടപ്പുഴ, നാലുമണിക്കാറ്റ് എന്നിവിടങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരായ സ്വർണദാസ്, ഷിബിൻ, ബ്ലോക്ക് ഉദ്യോഗസ്ഥ നിവേദിത, കടപ്പുറം പഞ്ചായത്ത് HI അമൽജിത്ത്, മുൻ കടപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് എന്നിവർ സ്ഥലങ്ങൾ സന്ദർശിച്ചു. വരും ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കടപ്പുറം പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് പറഞ്ഞു. നമ്മുടെ പ്രദേശങ്ങളിൽ ജലസ്രോതസ്സുകളിൽ നിന്നും മലിനീകരണം കാരണം രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പരക്കാൻ എല്ലാവിധ സാധ്യതകളും ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇത്തരം പദ്ധതികൾ നിർദ്ദേശിക്കുന്നതോടുകൂടി, ഈ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതോടുകൂടി വലിയ പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളും നാട്ടുകാരുമുള്ളത്. ആ പദ്ധതികൾ സമ്പൂർണ്ണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെയുള്ളത്. CCTV ന്യൂസ് ചാവക്കാട്. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലുള്ള അമ്യൂണിറ്റി സെന്ററിൽ താമസിക്കാനെത്തിയ യുവാവിന് ക്രൂരമർദ്ദനം. സ്ഥിരമായി രാത്രിയിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. ഇയാളുടെ 3 പല്ലുകൾ കൊഴിഞ്ഞു. മറ്റൊരു താമസക്കാരനാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. അലക്കിയിട്ട വസ്ത്രങ്ങൾ മാറ്റിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അമ്യൂണിറ്റി സെന്ററിലെ ജീവനക്കാർ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും 2 പേരും സ്ഥലം വിട്ടിരുന്നു. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവർ ദൃശ്യം പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. സംഭവത്തെക്കുറിച്ച് ടെമ്പിൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
വീണ്ടും SSLC വിജയ വിശേഷങ്ങളിലേക്ക്. SSLC പരീക്ഷ കുന്നംകുളം നഗരസഭാ പരിധിയിലെ 6 വിദ്യാലയങ്ങൾ 100 മേനി വിജയം നേടി. SSLC പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ കുന്നംകുളം നഗരസഭാ പരിധിയിലെ 8 വിദ്യാലയങ്ങളിൽ നിന്നും 6 വിദ്യാലയങ്ങൾ 100 മേനി വിജയം നേടി. 1114 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 1112 കുട്ടികൾ വിജയിച്ചു. 219 പേർ ഫുൾ A+ കരസ്ഥമാക്കി. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറളയം ബദനി സ്കൂൾ, MJD സ്കൂൾ, ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം, അടുപ്പുട്ടി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് 100 മേനി വിജയം നേടിയത്. SSLC പരീക്ഷയിൽ മിന്നും ജയം നേടി ചൂണ്ടൽ പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ, ഡീപോൾ സ്കൂൾ, തലക്കോട്ടുകര അസീസി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ 100 മേനി വിജയം നേടിയപ്പോൾ കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിന് കേവലം ഒരു വിദ്യാർത്ഥിയുടെ പരാജയത്തിലൂടെ 100 മേനി നഷ്ടമാകുകയായിരുന്നു. പഞ്ചായത്തിലെ 4 വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയ അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 222 വിദ്യാർത്ഥികളിൽ 221 പേരും വിജയിക്കുകയും 10 പേർ മുഴുവൻ വിഷയത്തിലും A+ നേടുകയും ചെയ്തു. തലക്കോട്ടുകര അസീസിയിൽ 64 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 34 പേർ ഫുൾ A+ നേടി വിദ്യാലയത്തിലെ വിജയക്കുതിപ്പിന് കരുത്തായി മാറി. ഡീപോളിൽ 65 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 26 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടാനായി. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഹൈസ്കൂളിൽ 170 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 53 വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടി വിദ്യാലയത്തിന്റെ നേട്ടത്തിൽ അഭിമാന താരങ്ങളായത്. പഞ്ചായത്ത് പരിധിയിൽ 100 മേനി വിജയം കൊയ്ത വിദ്യാലയങ്ങളിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ സന്ദർശനം നടത്തുകയും അധ്യാപകരെ അഭിനന്ദിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി എന്നിവരാണ് വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അധ്യാപകരെ അഭിനന്ദിച്ചത്. അസീസി സ്കൂളിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻഡി ജോസഫും 10ാം തരത്തിലെ ക്ലാസ് ടീച്ചർമാരും മറ്റ് അധ്യാപകരും വിദ്യാലയത്തിലെത്തിയ ജനപ്രതിനിധികളെ മധുരം നൽകി സ്വീകരിച്ചു. PTA ഭാരവാഹികളും വിദ്യാലയത്തിലെത്തിയിരുന്നു. ഡീപോൾ സ്കൂളിൽ പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളനും ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസും PTA പ്രസിഡന്റ് ഷൈൻ എന്നിവർ ചേർന്ന് പഞ്ചായത്ത് ഭരണാധികാരികളെ സ്വീകരിച്ചു. മികച്ച വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും PTA ഭാരവാഹികളെയും പഞ്ചായത്ത് അധികൃതർ അഭിനന്ദിച്ചു. സ്കൂൾ ആരംഭിച്ചതു മുതൽ തുടർച്ചയായി 20ാം വർഷമാണ് അസീസി സ്കൂൾ 100% വിജയം നേടുന്നത്. ഡീപോളും ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി 100 മേനി വിജയത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകുകയാണ്. CCTV ന്യൂസ് കേച്ചേരി. 100 മേനി വിജയ തുടർച്ചയുമായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ. 198 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 55 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. 19 കുട്ടികൾ 9 വിഷയങ്ങൾക്ക് A+ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണയും ബദനി സ്കൂൾ 100 മേനി വിജയം നേടിയിരുന്നു. മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും സത്യസന്ധവും അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള പ്രവർത്തനവുമാണ് 100 മേനി വിജയം കൈവരിക്കാൻ ഇടയാക്കിയതെന്ന് പ്രിൻസിപ്പാളും മാനേജരും വ്യക്തമാക്കി. SSLC പരീക്ഷയിൽ 99.76% വിജയം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷ എഴുതിയ 414 വിദ്യാർത്ഥികളിൽ 413 പേരും വിജയിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് 2 വിഷയങ്ങൾ നഷ്ടമായി. 48 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. തൃത്താല ഉപജില്ലയിൽ പരീക്ഷ എഴുതിയതിലും കൂടുതൽ A+ നേടിയതിലും 2ാം സ്ഥാനം ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിനാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിജയശതമാനം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള വിജയശ്രീ പദ്ധതിയും കൂടാതെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈവനിംഗ് ക്ലാസ്, ബൂസ്റ്റർ ക്ലാസ്, പഠനത്തിൽ പിന്നോക്കമുള്ളവർക്കായി ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക കോച്ചിങ്ങും നൽകിയിരുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയം പഠന പാഠ്യേതര രംഗത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത്. വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂൾ പ്രധാനാധ്യാപിക TS ദേവിക, PTA എന്നിവർ അഭിനന്ദിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ SSLC പരീക്ഷയിൽ 100 മേനി വിജയം. 52 കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നു. 2 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+ ഉണ്ട്. 3 വിദ്യാർത്ഥികൾ 9 A+ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണയും ഈ സർക്കാർ വിദ്യാലയം 100 മേനി വിജയം നേടിയിരുന്നു. ചിട്ടയായ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേക ക്ലാസുകൾ നൽകിയിരുന്നു. അധ്യാപകരുടെ കൂട്ടായ പരിശ്രമവും PTA, SMC, MPTA കമ്മിറ്റികളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ തിളക്കമുള്ള വിജയത്തിന് ഇടയാക്കിയതെന്ന് പ്രധാന അധ്യാപിക ബീന ജോസ് പറഞ്ഞു.
തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് 100% വിജയം. 268 പേരായിരുന്നു ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 15 ഫുൾ A+ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സേ പരീക്ഷ എഴുതിയാണ് 100% വിജയം കൈവരിച്ചത്. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ 100% വിജയം കൈവരിക്കുന്നത്. 100ന്റെ തിളക്കത്തിൽ തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ. 67 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 9 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും A+ നേടി. മരത്തൻകോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് 99% വിജയം. 63 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 62 വിദ്യാർത്ഥികൾ വിജയിച്ചു. ഒരു വിദ്യാർത്ഥി മുഴുവൻ വിഷയത്തിലും A+ നേടി സ്കൂളിലെ താരമായി. സന MS എല്ലാ വിഷയത്തിലും A+ നേടിയത്. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ചരിത്രത്തിൽ വിജയത്തിളക്കത്തിന് മാറ്റുകൂട്ടി വീണ്ടും 100 മേനി വിജയം. 14 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ നേടി. 5 പേർക്ക് 9 A+ഉം 3 പേർക്ക് 8 A+ഉം 7 വിദ്യാർത്ഥികൾ 7 A+ഉം കരസ്ഥമാക്കി. 42 പേർ പരീക്ഷ എഴുതി. മികച്ച അധ്യാപനവും ചിട്ടയായ പഠനവും വിദ്യാർത്ഥികളെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസലിൻ പൂവത്താനം, സ്കൂൾ മാനേജ്മെന്റ്, PTA തുടങ്ങിയവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV സ്കൂളിന് 100 മേനി വിജയം. 150 പേർ പരീക്ഷ എഴുതി. 15 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകരും PTA-യും അഭിനന്ദനം അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കടുത്ത ചൂടിൽ വഴിയാത്രക്കാർക്ക് ആശ്രയമായിരുന്ന പുന്നയൂർകുളത്തെ ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ചിരുന്ന ദാഹജല സംഭരണി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. ആൽത്തറ AEO പരിസരത്ത് യൂത്ത് പുന്നയൂർകുളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് മൺകൂജയും വലിയ ക്യാനും വെച്ചിരുന്നത്. വെള്ളമെടുത്തു കുടിക്കുന്നതിനായി ചങ്ങലയിൽ ബന്ധിച്ച സ്റ്റീൽ കപ്പും വെച്ചിട്ടുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് പൊതുപ്രവർത്തകനായ അർജുനൻ എന്ന വ്യക്തിയാണ് ഇവിടെ കുടിവെള്ള സംവിധാനം ഒരുക്കിയിരുന്നത്. സ്കൂൾ കോളേജ് കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്താറുള്ളത്. ദീർഘമായ ഇടവേളയിൽ ഇതുവഴി വരുന്ന ഉപ്പുങ്ങൽ എടപ്പാൾ റൂട്ടിലെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി മണിക്കൂറുകളോളമാണ് യാത്രക്കാർ ഇവിടെ ചിലവഴിക്കുന്നത്. ഇവർക്കെല്ലാം ആശ്രയമായിരുന്നു ഈ ദാഹജല സംഭരണി. ദിവസവും സൈക്കിളിൽ വലിയ ക്യാനിൽ വെള്ളം കൊണ്ടുവന്നാണ് മൺകൂജയിലെ വെള്ളം മാറ്റിയിരുന്നത്. ഞായറാഴ്ച രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ ഇത് റോട്ടിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ച നിലയിൽ കണ്ടത്. വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ക്യാനും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. കൃത്യത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പുന്നയൂർകുളം. കൂറ്റനാട് മല്ല റോഡിലെ തൃത്താല ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നവരെ CPIM പ്രവർത്തകർ തടഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ പെർമിറ്റില്ലാതെ തുടരുന്ന മണ്ണെടുപ്പ് മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർത്തലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. തടയാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമമുണ്ടായതോടെയാണ് പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തിയത്. CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി TK വിജയൻ, LC അംഗം K അബ്ദുൾ റഹ്മാൻ, കരിമ്പ ബ്രാഞ്ച് സെക്രട്ടറി കാസിം സിദ്ദിഖുൽ അക്ബർ, KK മൊയ്തീൻകുട്ടി തുടങ്ങിയ CPIM പ്രവർത്തകർ മണ്ണെടുപ്പ് തടയുന്നതിന് നേതൃത്വം നൽകി. ഇടപെട്ടുകൊണ്ട് അനധികൃതമായ മണ്ണെടുപ്പും അതുപോലെ തന്നെ കരിങ്കൽ ഖനനവുമൊക്കെ നിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടത്തും നാഗലശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്ര എസ്റ്റേറ്റിൽ മണ്ണെടുപ്പും കരിങ്കൽ ഖനനവും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃത്താല ഏരിയയിലെ മറ്റ് കേന്ദ്രങ്ങളിലും അനധികൃതമായ മണ്ണെടുപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ എലിപ്പനി രോഗപ്രതിരോധത്തിന് തുടക്കമായി. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എലിപ്പനി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണവും പരിശോധനയും സംഘടിപ്പിച്ചു. കൂലിപ്പണി ചെയ്യുന്ന തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർക്കായാണ് പരിശോധന സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് സെക്രട്ടറി PM നരേന്ദ്രനാഥ് നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷമീന അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ഷീബ ചന്ദ്രൻ, രമാബാബു, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് കോർഡിനേറ്റർ VA അരുൺ, ഹരിതകർമ്മസേന പ്രസിഡന്റ് സുധീബ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി എന്നിവർ സംസാരിച്ചു.
ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VL ബിജു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ് മൂടിക്കെട്ടി മർദ്ദിച്ച് കവർച്ച. ദേഹത്തുണ്ടായിരുന്ന 3.5 പവൻ സ്വർണ്ണാഭരണം കവർന്നു. ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് വീട്ടിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് സംഭവം. പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നിട്ട് ഞാൻ സ്റ്റീറോയപ്പോൾ ഇങ്ങനെ തോർത്തുണ്ടാകുന്ന തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുടിച്ചപ്പോൾ ഇങ്ങിരുന്നൊന്നും ഞാൻ അറിയില്ല. അപ്പോൾ പറഞ്ഞ് ബക്കേരെ എനിക്കിത്തിരി വെള്ളം തരീന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. എനിക്കിത്തിരി വെള്ളം തരും, എൻ്റെ വെള്ളം ഉണ്ടാകാതിരിക്കണം, ആ ചെമ്പിന് നിറച്ചത്തിരി വെള്ളം തരുമെന്നായിരുന്നു. അപ്പോൾ ഒരു ചവിട്ട് നോക്കി. അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് ഒരു രക്ഷയും കാണുന്നില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോഴും ഒരു അമർത്തുകയാണ്. എന്നിട്ട് അതുമല്ലൊക്കെ ചോരയാണ് മറിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 കൈയും ഇങ്ങനെ കിടന്നിട്ട് ഇറങ്ങി കിടന്നിട്ട് ശ്വാസം പോയി. ഈ കൈമൊരു കടക്കുണ്ടായിരുന്ന ഒരു കൊണ്ടുപോയി, 1.25 പവൻ്റെ ചെയിനുണ്ടായിരുന്ന ഒരു കൊണ്ടുപോയി, കമ്മല ഊരി കൊണ്ടുപോയി, എല്ലാം പൊട്ടിച്ചേർത്ത് 2 പാട് ഊരി കൊണ്ടുപോയി. 2 ആളുണ്ട്, ഒരാൾ പിടിച്ചു. ഞാൻ എന്ത് പഠിച്ചിട്ട് എൻ്റെ അതിലാണ്ട് കയറി നിർത്തിയത്. ഈ 2 കാലുമാണ് കയറി പൊത്തിയിരുന്നു. ഈ 2 മുസ്ലിംകാരെ വെക്കാൻ പറ്റില്ല. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് തുടക്കമായി. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് വേല മഹോത്സവം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 29 തിങ്കളാഴ്ച കാലത്ത് 9:15 ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ, ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി, റിനീഷ് വെളിച്ചപ്പാട് എന്നിവരുടെ സഹകാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 29 മുതൽ മെയ് 10 വരെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ പ്രസാദകൂട്ടും നടത്തിവരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറവെപ്പ് എന്നിവ ഉണ്ടായിരിക്കും. മെയ് 5 മുതൽ വൈകിട്ട് 7:30 നടക്കുന്ന പ്രദേശത്തെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഇന്ന് സമാപിക്കും. വേല ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് 12 കുതിരെഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് 3:30 തിടമ്പെഴുന്നള്ളിപ്പും വിവിധ കമ്മിറ്റികളുടെ ആനപ്പൂരം, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പോടെ വേലകയറ്റമുണ്ടാകും. തുടർന്ന് ദീപാരാധനയും തായമ്പകയും ഉണ്ടായിരിക്കും. ദേവസ്വമാന ഭഗവതിയുടെ തിടമ്പേറ്റും. മെയ് 10 വെള്ളിയാഴ്ച പുലർച്ചെ തിടമ്പെഴുന്നള്ളിപ്പിന് ശേഷം ഗുരുതി തർപ്പണം നടത്തി നടഅടക്കുന്നതോടുകൂടി ഈ വർഷത്തെ വേലമഹോത്സവം സമാപിക്കും. ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, രാജൻ, സുനിൽകുമാർ പാറക്കാട്ട്, P. സുരേന്ദ്രൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി പ്രവർത്തകരും നേതൃത്വം നൽകും. CCTV ന്യൂസ് പുന്നയൂർകുളം. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. തിരുവത്രയിലെ 29 നമ്പർ അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന ഹെൽപ്പർ TK സൗമിനി, കിഴക്കേ പന്നിശ്ശേരിയിലെ 25 അങ്കണവാടിയിൽ നിന്നും ICDS സൂപ്പർവൈസറായി സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന അധ്യാപിക ഷെർലി M. ജോർജ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, KK ജയന്തി ടീച്ചർ, AA കൃഷ്ണൻ, സബീന റിറ്റോ, TO ജോയ്, ഷീബ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PM നരേന്ദ്രനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി K മനോജ്, ICDS ഓഫീസർ മിഥുല തുടങ്ങിയവർ സംബന്ധിച്ചു. പച്ചക്കറികൾക്ക് ഉയർന്ന വില, തീന്മേശയിലെ താളം തെറ്റും. ഇതര സംസ്ഥാനങ്ങളിലുള്ള അമിതാശ്രയത്വമാണ് മലയാളിക്ക് വിനയാകുന്നത്. അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന പച്ചക്കറികൾക്ക് വിലവർദ്ധനവ് കുടുംബ ബജറ്റിന്റെ താളം തെറ്റുന്നു. മലയാളികൾ സാധാരണയായി കഴിക്കുന്ന ഭൂരിഭാഗം പച്ചക്കറികളും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്കും എത്തുന്നത്. ബുധനാഴ്ച 1 കിലോ വെള്ള ബീൻസിന് വില 150 രൂപയായത് വലിയ വിലയാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു. 2 ദിവസം മുന്നേ പച്ച ബീൻസ് 200 രൂപ വരെ എത്തിയിരുന്നു. ഹോട്ടലുകളിൽ വെജിറ്റബിൾ ബിരിയാണി, മസാലക്കറി, പച്ചക്കറി സദ്യയിലെ പ്രധാന വിഭവമായ അവിയൽ എന്നിവയ്ക്കാണ് ബീൻസ് ധാരാളം ഉപയോഗിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവുമാണ് വില വർദ്ധിക്കാൻ കാരണം. ചില്ലറ വിൽപ്പനയിൽ അമര 85 രൂപ, കയ്പ 88 രൂപ, ക്യാരറ്റ് 76 രൂപ, ചെറുനാരങ്ങ 160 രൂപ എന്നിങ്ങനെയാണ് പൊതുവെയുള്ള നിരക്ക്. തമിഴ്നാട്ടിലെ ട്രോളിംഗ് മൂലം മീനുകൾക്കും പൊതുവെ വലിയ വിലയാണ്.
ഇറച്ചിക്കും വില കൂട്ടുവാനുള്ള ഒരുക്കത്തിലാണ് സംഘടന. കടുത്ത വേനലിൽ വെള്ളത്തിന്റെ കുറവ് മൂലം ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ പച്ചക്കറികൾക്ക് ദൗർലഭ്യമേറെയാണ്. ഇതും അന്യസംസ്ഥാന പച്ചക്കറി വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. ഇതോടെ മലയാളികളുടെ തീന്മേശയിലൊരുക്കുന്ന വിഭവങ്ങൾക്ക് തീ വിലയാകുന്ന സ്ഥിതിയാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നടന്ന കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചാവക്കാട് ഒരുമനൂർ സ്വദേശി ഹമീദ് കുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള അൻസാർ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഷട്ടറുകളുടെ പൂട്ട് തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് സ്ഥാപനത്തിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും മേശവലിപ്പിൽ സൂക്ഷിച്ച 3000 രൂപയും കവർന്നു. കഴിഞ്ഞ ദിവസം രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. സ്ഥാപനത്തിനുള്ളിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. തുടർന്ന് ജീവനക്കാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവ സ്ഥലത്തു നിന്നും ശേഖരിച്ച തെളിവുകളും മേഖലയിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. കോട്ടപ്പടി തമ്പുരാൻപടി നടുവട്ടം റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. അസോസിയേഷനിലെ മുതിർന്ന കുടുംബാംഗമായ കുമ്പിൽ കാർത്തിയേനി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർ V. അഷ്റഫ്, വാർഡ് കൗൺസിലർ A. സായിനാഥൻ മാസ്റ്റർ, KK സുഭാഷ്, K. രാജലക്ഷ്മി, ബാലചന്ദ്രൻ, TP സജി, ഉണ്ണിദാസൻ, KS പ്രസീത, ജിതേഷ്, NK മനോമണി, KS ലത, വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. തുളസിദാസ് കോട്ടപ്പടി സ്വാഗതവും വേണുഗോപാൽ മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാന വിതരണവും ഉണ്ടായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മറ്റം യൂണിറ്റ് പ്രസിഡന്റ് PV തോമസ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KJ ബിനോയ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ CK ദേവസിക്കുട്ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി, ക്ഷേമനിധി ജില്ലാ കോർഡിനേറ്റർ CL റാഫേൽ, യൂണിറ്റ് ഭാരവാഹികളായ CF വിൻസെന്റ്, KJ ജോയ് എന്നിവർ സംസാരിച്ചു. 2024-26 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് മണ്ണുമൽ വരണാധികാരിയായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി PV തോമസ് പ്രസിഡന്റ്, CF വിൻസെന്റ് ജനറൽ സെക്രട്ടറി, CK ദേവസിക്കുട്ടി ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. യൂത്ത് വിംഗ് യൂണിറ്റ് ഭാരവാഹികളായി KJ ജിജോ പ്രസിഡന്റ്, സജീഷ് ചന്ദ്രൻ സെക്രട്ടറി, KR രജീഷ് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. വാർഷികത്തോടനുബന്ധിച്ച് മറ്റു മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പഠനയാത്ര നടത്തി. ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി MM ഗിരീഷ്, സെക്രട്ടറി CG വിമേക്, സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റീനു പി റോയ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച യാത്ര കുന്നംകുളം ബദനി സ്കൂൾ ചാപ്പൽ സന്ദർശിച്ചു. കുട്ടികൾക്ക് വിജ്ഞാനവും കൗതുകവും ഒരുപോലെ നൽകുന്നതായിരുന്നു പഠനയാത്ര. സ്നേഹതീരം കടപ്പുറവും സംഘം സന്ദർശിച്ചു. പുന്നൂർകുളം ആൽത്തറ നാലപ്പാട് റോഡ് താമരത്ത് ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ കളംപാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. മേടം 25 ബുധനാഴ്ച പുലർച്ചെ 5 മണിക്ക് നട തുറന്നത് മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവതിക്ക് കളം എന്നിവ ഉണ്ടായി. തുടർന്ന് ഗുരുമുത്തപ്പന് കളം, രാത്രി വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ രൂപക്കളം എന്നിവയും ഉണ്ടായി. പെരിങ്ങോട്ടുകര PK ബാലൻ ആൻഡ് പാർട്ടി കളംപാട്ടിന് നേതൃത്വം നൽകി. തുടർന്ന് നാലപ്പാട്ട് നിന്ന് മേളം, പഞ്ചവാദ്യം, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ശുഗപുരം ദിലീപും സംഘവും തായമ്പകയ്ക്കും പഞ്ചവാദ്യത്തിനും നേതൃത്വം നൽകി. കരുവന്നൂർ പരമേശ്വരൻ ആൻഡ് പാർട്ടി നാദസ്വരത്തിനും നേതൃത്വം നൽകി. പൂജകൾക്ക് സേവാ മഠാധിപതി വേലായുധൻ ശാന്തി നേതൃത്വം നൽകി. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനമുണ്ടായിരുന്നു. പ്രസിഡന്റ് സോമൻ മാമ്പുള്ളി, സെക്രട്ടറി KB സജിത്, ട്രഷറർ അഗസ്തു വേലായുധൻ, KK പ്രസന്നൻ, ശബരിനാഥ്, ഉഷാകുമാരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. പാറേമ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പാടത്ത് തീപിടുത്തം. വൈകിട്ട് 5:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. പാറേമ്പാടം സ്വദേശി തോലത്ത് വീട്ടിൽ ഷാജിയുടെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ N ജയകുമാർ,
സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഓഫീസർമാരായ നിഖിൽ, ശ്രീനിവാസ്, പവിത്രൻ, ശരത്, സ്റ്റാലിൻ, അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തൊഴിയൂർ ഉസ്താദ് 9ാമത് ഉറൂസും PT ഉസ്താദ് അനുസ്മരണവും മെയ് 12 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചാവക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിയൂർ ദാറുറഹ്മ അനാഥ അഗതി മന്ദിരത്തിന്റെ സ്ഥാപകനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന MKA കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാരുടെ 9ാമത് ഉറൂസും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന PT കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ അനുസ്മരണവും മെയ് 12 തൊഴിയൂർ ദാറുറഹ്മയിൽ നടക്കും. രാവിലെ 9 മണിക്ക് PV മുഹമ്മദ് കുട്ടി ബാഖവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൊഴിയൂർ ഉസ്താദ് മഖാം സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും. 10 മണിക്ക് ദാറുറഹ്മ അങ്കണത്തിൽ ആരംഭിക്കുന്ന അനുസ്മരണ പ്രാർത്ഥനാ സംഗമം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ദാറുറഹ്മ പ്രസിഡന്റും കേന്ദ്ര മുഷാവറ അംഗവുമായ NK അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. പ്രഗത്ഭവാഗ്മിയും SYS സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, സമസ്ത പ്രവാസി സെൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ എന്നിവർ അനുസ്മരണ പ്രഭാഷണവും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൾ സലാം ബാഖവി പ്രഭാഷണവും നടത്തും. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് P ബാവ ഹാജി വിശിഷ്ടാതിഥിയായി സംബന്ധിക്കും. സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് AV അബൂബക്കർ ഖാസിമി ഉപഹാര സമർപ്പണം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ CTMOA ഭാരവാഹികളായ ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ, അബ്ദുൾ കരീം ഫൈസി, KV അബ്ദുൾ മജീദ് ഹാജി, ജാഫർ സാദിഖ് കല്ലൂർ, ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് ചാവക്കാട്. USS പരീക്ഷയിൽ തിളക്കമാർന്ന നേട്ടവുമായി അതിഥി തൊഴിലാളിയുടെ മകൾ. പട്ടാമ്പി ആമയൂരിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അനിൽ ചൗധരിയുടെ മകളും ആമയൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ പ്രയാംശു ചൗധരിയാണ് തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയത്. ആമയൂരിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അനിൽ ചൗധരിയുടെ മകൾ പ്രിയാംശു ചൗധരിയാണ് അതിഥി നാടിന് അഭിമാനമായി മാറിയത്. ആമയൂർ AUP സ്കൂളിൽ ഇത്തവണ USS പരീക്ഷ എഴുതിയവരിൽ പ്രിയാംശു ചൗധരി മാത്രമാണ് മികച്ച വിജയം കരസ്ഥമാക്കി സ്കൂളിനും അഭിമാനമായി മാറിയത്. 1.5 പതിറ്റാണ്ട് മുമ്പാണ് ഒറീസ സ്വദേശികളായ അനിൽ ചൗധരിയും ഭാര്യ രജനിയും കേരളത്തിലെത്തിയത്. 3 മക്കളെയും ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിച്ചു. ആമയൂർ സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് അനിൽ ചൗധരി. ഇവരുടെ കുടുംബവും ഇവിടെ തന്നെയാണ് കഴിയുന്നത്. പരിമിതികളെ മറികടന്നാണ് മകൾ പ്രിയാംശു ചൗധരിയുടെ വിജയം. ശങ്കരമംഗലം LP സ്കൂളിലായിരുന്നു LP പഠനം. 5ാം ക്ലാസ് മുതലാണ് ആമയൂർ സ്കൂളിൽ പഠനം ആരംഭിച്ചത്. USS പരീക്ഷയിൽ മിന്നും വിജയം നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പ്രിയാംശു ചൗധരിയും കുടുംബവും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ USS ഒരു വലിയ ഡ്രീം എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നു. ഞാൻ 5ഉം 6ഉം 7ഉം ആമയൂർ സ്കൂളിലാണ് പഠിച്ചത്. നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു 18 കൊല്ലമായി. നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് 8 കൊല്ലമായിരുന്നു. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു USSന്. പിന്നെ ഓൺലൈനായിട്ട് ഞാൻ ഓൺലൈനിലും പഠിച്ചിരിക്കുന്നു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല സന്തോഷം. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും 6ൽ ഞാൻ ചെറിയൊരു സക്സസ് ഉണ്ടായി. എന്നിട്ട് 7ാം ക്ലാസ്സിൽ ഞാൻ നന്നായി പഠിച്ചൊക്കെ ചെയ്തു. എന്നാൽ ഞാൻ 8ാം ക്ലാസ്സിന് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചു. 10-15 കൊല്ലമായിട്ട് കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷമുണ്ട്. സഹോദരൻ ന്യൂ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പ്രിയാംശു ചൗധരി ഇനി 8ാം ക്ലാസ്സിലേക്കാണ്. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംശു ചൗധരി എന്ന് സ്കൂൾ പ്രധാനാധ്യാപിക K അനോജയും പറഞ്ഞു. കുട്ടിയുടെ വിജയം സ്കൂളിന് അഭിമാനമാണെന്നും പ്രധാനാധ്യാപിക സൂചിപ്പിച്ചു. എൻ്റെ വിദ്യാലയത്തിലെ USS നേടിയ കുട്ടിയാണ് പ്രിയാംശു ചൗധരി. അവൾ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണെന്നുള്ളതാണ് പ്രത്യേകത. 6 കുട്ടികൾ ഇത്തവണ USS പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിയാംശു ചൗധരിക്ക് മാത്രമാണ് USS വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ വിദ്യാലയത്തിലെ ആത്മാർത്ഥ സേവനം നടത്തുന്ന അധ്യാപകരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിനോടൊപ്പം തന്നെ പ്രിയാംശുവിൻ്റെ കഠിന പ്രയത്നവും. ഏതൊരു സംശയവും അവൾ അതാത് സമയത്ത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. സമയങ്ങളൊന്നും നോക്കാതെ തന്നെ എൻ്റെ അധ്യാപകർ
അത് അതാത് സമയത്ത് തന്നെ കുട്ടിയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ സദാ സന്നദ്ധരുമാണ്. അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള തിളക്കം. ഞാലിക്കര ഓയിറ്റ് പബ്ലിക് സ്കൂളിൽ നൂതന അധ്യാപന മാർഗങ്ങൾ എന്ന വിഷയത്തിൽ SSLC ക്ലസ്റ്റർ തല പരിശീലനം സംഘടിപ്പിച്ചു. ചിറ്റിലപ്പള്ളി IS പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ സുജാത ഹരിമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. 50-ലധികം അധ്യാപകർ പങ്കെടുത്തു. ഓയിറ്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ സുമ അച്യുതൻ, വിഘ്നേശ്വര സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ സജീവ് PM എന്നിവർ സംബന്ധിച്ചു. പാലക്കാട് മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ AV മുകേഷിന്റെ നിര്യാണത്തിൽ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു. എഴുത്തുകാരനും മികച്ച ക്യാമറാമാനുമായ മുകേഷിന്റെ വിയോഗം മാധ്യമലോകത്തിന് വേദനയും തീരാ നഷ്ടവുമാണെന്ന യോഗം അനുശോചിച്ചു. ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, സെക്രട്ടറി AA ജോർജ്, വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, MV ബേബി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് വേലായത്തൻ, ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും 300-ാം സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. തിരുനാൾ ആഘോഷം നാളെ സമാപിക്കും. മെയ് 7 ചൊവ്വാഴ്ച വളയെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് വളവെഞ്ചരിപ്പ് നടന്നു. വൈകിട്ട് 5:30 പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസുദ്ധേന്തി വാഴ്ച, തുടർന്ന് കൂടുതുറക്കൽ, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ ഉണ്ടായി. ഏങ്ങണ്ടിയൂർ MI ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജീൻ ചിറേത്ത് മുഖ്യ കാർമ്മികനായി. തിരുനാൾ ദിനമായ മെയ് 8 ബുധനാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചവിട്ട് വെഞ്ചരിപ്പ്. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അന്തിക്കാട് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ മുഖ്യ കാർമ്മികനായി. ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ഡിറ്റോ കൂള തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് ആഘോഷമായി തിരുനാൾ പ്രദക്ഷിണവും ശേഷം ഫ്യൂഷനും നടന്നു. മെയ് 9 വ്യാഴാഴ്ച മരിച്ചവർക്കുള്ള പാട്ടുകുർബാനയും സെമിത്തേരിയിൽ പൊതു ഓഫീസും ഉണ്ടാവും. തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവർ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചാലക്കൽ, കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ, സൈമൺ ഒലക്കെങ്കിൽ, ഡൊമിനിക് മുളയ്ക്കൽ, നിധിൻ അറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഗുരുവായൂർ വസുമതി V നായരായിരുന്നു യജ്ഞാചാര്യ. കാളക്കാട്ടില്ലത്ത് സാവിത്രി അന്തർജനം സഹ ആചാര്യയായി. പൂജകൾക്ക് ശിവറാം സ്വാമി കാർമീനായി. യജ്ഞാചാര്യ സമാപന തത്വപ്രവചനം നടത്തി. യജ്ഞ സമർപ്പണം നടത്തി. സപ്താഹത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഗോപാല പൂജയും സമൂഹ നന്മയ്ക്കും കുടുംബക്ഷേമത്തിനും വേണ്ടി സർവൈശ്വര്യ പൂജയും നടത്തി. സപ്താഹ ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് നാമസങ്കീർത്തന, ക്ഷേത്ര പരിക്രമയും സമൂഹ കീർത്തനാലാപനവും ഉണ്ടായി. അന്നദാനത്തോടെയാണ് സപ്താഹം സമാപിച്ചത്. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, ട്രഷറർ VK രമാഭായ്, CV മോഹൻദാസ്, സുഗുണ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. RMP കുന്നംകുളം ഏരിയ കമ്മിറ്റി TP ചന്ദ്രശേഖരൻ രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. നഗര കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ പൊതുയോഗം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ TL സന്തോഷ്, ശശിധരൻ, TA ബാലചന്ദ്രൻ, RMP കൗൺസിലർമാരായ ബീന രവി, റീജ സലിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനീഷ്, ബിനീഷ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം. കുന്നംകുളം MGR Aയിൽ പരേതനായ കൈതയ്ക്കൽ സണ്ണി ഭാര്യ സാറാമ്മ ടീച്ചർ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. നിഷ ഡേവിസ്, സ്നേഹ മാർട്ടിൻ, പ്രിയ ജോജി എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ വൃന്ദാവൻ സ്ട്രീറ്റിൽ പരേതനായ കോലാടിപ്പറമ്പിൽ കുഞ്ഞൻ മകൻ ബാലകൃഷ്ണൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുധ ഭാര്യയും അഖിൽ, അഖീഷ് എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി കുന്നത്തേരി മുരിങ്ങാത്തേരി ജോസിന്റെ മകൻ ബെന്നി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8:45 എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. സിസിലി മാതാവും ശ്രുതി ഭാര്യയുമാണ്. നീതു, ബെന്നറ്റ് എന്നിവർ മക്കളാണ്.
വേലൂർ ആളൂർ ആറ്റത്ര ഫ്രാൻസിസ് മാസ്റ്റർ മകൻ ബിജു നിര്യാതനായി 48 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ നടക്കും. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് പരേതൻ. അവനിശ്ശേരി സെന്റ് ജോസഫ് HSS അധ്യാപിക ഫൈനി ബിജു ഭാര്യയാണ്. ജെയ്ഫിൻ, ജെയ്ബിൻ, ജെയ്വിൻ, ജെയിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കുറഞ്ഞു. 71,831 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെ സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ഗുരുവായൂരിൽ വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ് വൈശാഖ മാസാചരണം. ഒരുക്കങ്ങൾ പൂർത്തിയായി. കേച്ചേരിയിൽ കോഴിക്കട പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നിരവധി കോഴികൾ ചത്തു. 15,000-ഓളം രൂപയുടെ നഷ്ടം. സംഭവത്തിൽ ക്രൂരകൃത്യം നടത്തിയ പൊന്നരാശ്ശേരി അഖിൽ അറസ്റ്റിൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 70-ലധികം സർവീസുകൾ റദ്ദാക്കി. 300-ലധികം മുതിർന്ന ജീവനക്കാരാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അസുഖ അവധിയെടുത്തത്. യാത്രക്കാർ വലഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.